ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും. അതെ, യേശു കാൽവറിയിൽ ശത്രുവിൻ്റെ തലയെ തകർത്തു. മൂന്നാം നാൾ മരണത്തെയും പാതാളത്തെയും കാൽ കീഴാക്കിക്കൊണ്ട് ശത്രുവിൻ്റെ സകല പദ്ധതികളെയും പൊളിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് ശ്രേഷ്ഠമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് ശത്രുവിൻ്റെ മേൽ ജയമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് മനുഷ്യ സമൂഹത്തിൻ്റെ വിടുതലാണ്, രക്ഷയാണ്. കർത്താവ് കാൽവരിയിൽ മരിച്ചു ശത്രുവിൻ്റെ അധികാരത്തെ കീഴ്പ്പെടുത്തി താൻ ഉയർത്തെഴുന്നേറ്റതാണ് ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള ജയം എന്നുള്ളത്. കർത്താവ് കാൽവറിയിൽ മരിക്കുവാൻ കാരണം റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ സംഭവിച്ചു. ആദാം എന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവകൽപ്പനയിൽ നിന്നകന്ന് ലോകമോഹിയായി ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പദ്ധതികൾ രൂപീകരിച്ചു. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതെ, പാപത്തിൻ്റെ ശമ്പളം മരണമായി കാണുമ്പോൾ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ, രക്ഷയ്ക്കും ദൈവരാജ്യത്തിനും അംഗമാക്കി തീർക്കുവാൻ യേശുവിൻ്റെ രക്തം കാൽവറിയിൽ നമുക്കായി ഒഴുക്കപ്പെട്ടു. അതെ, ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതെ, ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ബലമായി, നന്മയായി, അനുഗ്രഹമായി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.